Welcome back all of you. അപ്പോൾ നമ്മൾ ഫേസ് ഇക്വിലിബ്രിയയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൺ കോമ്പണൻറ്റ് സിസ്റ്റം ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. in this video we are going to discuss about application of phase rule in two component system. അപ്പോൾ two component system എന്ന് പറയുമ്പോൾ C is equal to 2 ആയിരിക്കുമല്ലോ. അപ്പോൾ when P is equal to 1 ഫേസ് ഏറ്റവും മിനിമം ഫേസ് 1 എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേസ് റൂൾ അപ്ലൈ ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. അപ്പോൾ സി ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2 മൈനസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 3 വരും. അപ്പോൾ നമുക്ക് പിന്നെ 3 വേരിയബിൾ ആവശ്യമായിട്ട് വരും. ദാറ്റ് ഈസ് വി നീഡ് 3 വേരിയബിൾസ്, നെയിംലി ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ ഓർ കോമ്പോസിഷൻ of one component must be specified in order to define the state of the system completely. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് 3 വേരിയബിൾസ്, ടെമ്പറേച്ചർ, അതുപോലെ പ്രഷർ. അല്ലേ, വൺ കോമ്പണന്റ് സിസ്റ്റത്തിൽ നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും മാത്രമായിരുന്നു നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഹിയർ വി നീഡ് അനദർ വേരിയബിൾ, ദാറ്റ് ഈസ് കോമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫേസ് ഡയഗ്രം വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 3 ആക്സസ് വേണ്ടി വരും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക. സാധാരണഗതിയിൽ പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഒരു വേരിയബിളായിട്ടുള്ള പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 2 വേരിയബിൾ മതി. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഫേസ് റൂള് എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 എന്ന് പറയുന്നത്, ഈ 2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. നമുക്കറിയാം, നമ്മൾ ഇത് ഡിറൈവ് ചെയ്തപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. അപ്പോൾ പ്രഷർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താവും, എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 ആവും. കാരണം ഈ 2-ൽ ടെമ്പറേച്ചറും പ്രഷറാണ് ഈ 2 എന്ന് പറയുന്നത്. അതിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയാൽ ഇക്വേഷൻ ബിക്കം എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് ഫേസ് റൂൾ. ഇതിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ എന്ന് വിളിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ രീതിയിലൊക്കെ ചോദിക്കാം, വാട്ട് ഈസ് റെഡ്യൂസ്ഡ് ഫേസ് റൂൾ. അപ്പോൾ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ എന്ന് പറയുമ്പോൾ, ഇഫ് യു മെയിൻറ്റെയിൻ വൺ ഓഫ് ദി വേരിയബിൾ കോൺസ്റ്റൻറ്റ്, then the phase rule becomes c minus p plus 1, and that is called reduced phase rule. Okay, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സോളിഡ് ലിക്വിഡ്സ് കേസിൽ ദേ ആർ ഇൻസെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ പ്രഷർ. അല്ലേ, സോളിഡ് ലിക്വിഡിൻ്റെ കേസിൽ പ്രഷറുമായിട്ട് അത്ര സെൻസിറ്റീവ് അല്ല. അതുകൊണ്ട് യൂഷ്വൽ പ്രാക്ടീസ് ഈസ് ടു ഡിസ്റിഗാർഡ് വേപ്പർ ഫേസ്. നമ്മൾ വേപ്പർ ഫേസ് എന്ത് ചെയ്യുക, ഡിസ്റിഗാർഡ് ചെയ്യുക. ആൻഡ് ഫിക്സ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ് പ്രഷർ, അതായത് 180. ജനറലി നമ്മൾ 180 ആണ് ഫിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമ്മൾ റെഡ്യൂസ്ഡ് ഫേസ് റൂളിലേക്ക് അപ്ലൈ, നമ്മൾ ഫേസ് ഡയഗ്രം സിമ്പിളായിട്ട് വരക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അത് 180 ആണ് എടുക്കുക. എ സിസ്റ്റം ഇൻ വിച്ച് വേപ്പർ ഫേസ് ഈസ് ഡിസ്റിഗാർഡഡ് ആൻഡ് ഓൺലി ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസസ് ആർ കൺസിഡേർഡ് ഈസ് കോൾഡ് കണ്ടൻസ്ഡ് സിസ്റ്റം. ഇങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മളത് വിളിക്കുക കണ്ടൻസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുക. കണ്ടൻസ്ഡ് സിസ്റ്റം അതായത് ഇവിടെ വേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, വേപ്പർ ഫേസിനെ ഡിസ്റിഗാർഡ് ചെയ്യുക. സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസ് മാത്രം കൺസിഡർ ചെയ്യുന്ന സിസ്റ്റമാണ് ഇത് കണ്ടൻസ്ഡ് സിസ്റ്റം. അങ്ങനെ കണ്ടൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ, അതായത് സിൻസ് പ്രഷർ ഈസ് ഫിക്സ്ഡ് കോൺസ്റ്റന്റ്, ദി ഫേസ് റൂൾ ടേക്സ് ദ ഫോം എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് റെഡ്യൂസ്ഡ് ഫേസ് റൂൾ. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കണ്ടൻസ്ഡ് ഫേസ് റൂൾ ഇക്വേഷൻ. that I have already told you. അതിൽ പല ടൈപ്പ് ഉണ്ട്. ഇതിൽ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയയിൽ 2 കോമ്പണന്റ് സിസ്റ്റത്തിൽ പല ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റം. ഒരു സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ 2 കോമ്പണന്റ് കണ്ടൻസ്ഡ് സിസ്റ്റം. അതായത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വേപ്പർ ഫേസിനെ ഒഴിവാക്കിയിട്ടുള്ള 2 കോമ്പണന്റ് കണ്ടൻസ് സിസ്റ്റം ഇൻ വിച്ച് 2 components do not form any compound with each other. That is very important. സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റത്തിൽ ആ 2 കോമ്പണന്റ് എന്ത് ചെയ്യുന്നില്ല, കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യില്ല. ദേ ആർ കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് crystallization of any such solution yields either a pure component or an intimate mixture of 2 called the eutectic mixture.
ഓക്കെ, അപ്പോൾ സിമ്പിൾ യൂട്ടറിക് സിസ്റ്റം പ്രത്യേകത എന്താണ്? ദേ ഡു നോട്ട് ഫോം കോമ്പൗണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദേ ഡു നോട്ട് ഫോം കോമ്പൗണ്ട് വിത്ത് ഈച്ച് അതർ. സിമ്പിൾ യൂട്ടറിക് സിസ്റ്റത്തിൽ നോ കോമ്പൗണ്ട് വിത്ത് ഈച്ച് അതർ. ദർ ഇസ് നോ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്. ഓക്കെ, ദേ ആർ കംപ്ലീറ്റ്ലി മിസിബിൾ. കംപ്ലീറ്റ്ലി മിസിബിൾ ആണ്. കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി മിസിബിൾ ആണ്. ആൻഡ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് എനി സച്ച് സൊല്യൂഷൻ ഐദർ yield എ പ്യുവർ കോമ്പണന്റ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പ്യുവർ കോമ്പണന്റ് ആയിരിക്കും ക്രിസ്റ്റലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എ മിക്സർ ഓഫ് ടു കോൾഡ് യൂട്ടറ്റിക് മിക്സർ. ആ രണ്ടിൻ്റെ കൂടി ഒരു മിക്സർ. പക്ഷെ അതൊരു കോമ്പൗണ്ട് ആയിരിക്കില്ല. ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഒരു ഫിക്സഡ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഉള്ളതാണല്ലോ ഒരു കോമ്പൗണ്ട്. അങ്ങനെ ആയിരിക്കില്ല. ഒരു എന്താണ്, രണ്ടും കൂടി ഉണ്ട്, രണ്ടിൻ്റെയും സോളിഡ് മിക്സർ എന്ത് ചെയ്യും? ചിലപ്പം എന്ത് ചെയ്യാം? ക്രിസ്റ്റലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ എന്താ പറയുക? സിമ്പിൾ യൂട്ടറിക് സിസ്റ്റം. മെയിൻ പോയിന്റ്, ദർ ഈസ് നോ കോമ്പൗണ്ട് ഫോർമേഷൻ വിത്ത് ദ കോമ്പണന്റ്. ആ കോമ്പണന്റ് തമ്മിൽ കോമ്പൗണ്ട് ഫോർമേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫേസ് ഡയഗ്രാം ഫോർ എ സിമ്പിൾ യൂട്ടറിക് സിസ്റ്റം. ഒരു സിമ്പിൾ യൂട്ടറിക് സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ പോയിന്റ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ കോമ്പണന്റ് എ. ഓക്കെ, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി കോമ്പണന്റ് എ, ആൻഡ് ബി is the melting point or freezing point of the component B. Okay, and the line AC, this line AC is the freezing point curve of solid A by adding by the a curve AC called freezing point curve of A show decrease in freezing point of A on adding increasing quantities of B. അതായത് ഇത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ആണ്. അപ്പോൾ നമ്മൾ ബി ആഡ് ചെയ്യും തോറും എയുടെ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ആ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എ സി എന്ന് പറയുന്ന ലൈന് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് സോളിഡ് എ വിത്ത് എന്താണ്? ഡിക്രീസിംഗ് ഫ്രീസിംഗ് പോയിന്റ് വിച്ച് ഷോസ് ദ ഡിക്രീസിംഗ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോളിഡ് എ വിത്ത് ഇൻക്രീസിംഗ് അഡീഷൻ ഓഫ് ബി. അതായത് ഇവിടെ 100% ആണ് ഈ പോയിന്റിൽ, 0% ബി ആണ്. ഓക്കെ, അപ്പോൾ ബി നമ്മൾ ഇങ്ങോട്ട് വരുന്നതോറും ബിയുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ അതിനനുസരിച്ച് എയുടെ ഫ്രീസിംഗ് പോയിന്റിലാവുന്ന വേരിയേഷൻ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബി ഇസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബി ഓൺ ആൻഡ് ദി കർവ് ബി സി. ദിസ് കർവ് ബി സി ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ബി വിച്ച് ഷോസ് ഡിക്രീസിംഗ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബി ഓൺ ഇൻക്രീസിംഗ് ക്വാണ്ടിറ്റീസ് ഓഫ് എ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എ എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ, ബി ഇസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബി. എ സി ഇസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് എ, ബി സി ഇസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് കർവ് ഓഫ് ബി. എ സിയിൽ എന്ത് ചെയ്യുന്നു? എയുടെ ഫ്രീസിംഗ് പോയിന്റ് ബിയുടെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്നു. ബി സിയിൽ ബിയുടെ ഫ്രീസിംഗ് പോയിന്റ് എയുടെ കോൺസെൻട്രേഷൻ കോമ്പോസിഷൻ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദസ് എലോങ് എ സി സോളിഡ്, ഈ എ സി എന്ന് പറയുന്ന ലൈനിൽ സോളിഡ് എ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് ഫേസ് സാച്ചുറേറ്റഡ് വിത്ത് എ. ഓക്കെ, ആൻഡ് ദിസ് ഈ എ സിയിൽ ആര് തമ്മിൽ ഇക്വിലിബ്രിയം ഉള്ളത്? എ സിയിൽ ഇക്വിലിബ്രിയം ഉള്ളത് സോളിഡ് എയും എന്താണ്? ആ ലിക്വിഡ് സൊല്യൂഷനും. ഓക്കെ, ലിക്വിഡ് ഫേസും. ആ ലിക്വിഡിൽ എന്താണ്? ബിയും ഉണ്ട്, പക്ഷേ ഇത് സാച്ചുറേറ്റഡ് വിത്ത് എ ആയിട്ട് എന്തായിരിക്കും? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫേസ് ആയിരിക്കും. അതുപോലെ ബി സി എന്ന് പറയുന്ന ലൈന് ഇക്വിലിബ്രിയം ആര് തമ്മില? സോളിഡ് ബിയും ലിക്വിഡും സാച്ചുറേറ്റഡ് വിത്ത് ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ആൻഡ് ദി കർവ് നമ്മൾ പറഞ്ഞ പോയിന്റാണ്, ഒന്നുകൂടി പറയാം. ദി കർവ് ബി സി ഈസ് കോൾഡ് ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ബി. ബി സി ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ബി ഷോസ് ദ ഡിക്രീസിംഗ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബി ഓൺ ആഡിങ് എ. എ ആഡ് ചെയ്യുന്ന തോറും ബിയുടെ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ആണ് ഉള്ളത്. ദിസ് അലോങ് ബി സി സോളിഡ് ബി ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് ഫേസ് സാച്ചുറേറ്റഡ് വിത്ത് ബി. ഇവിടെ ആര് തമ്മിൽ ഇക്വിലിബ്രിയം ഉള്ളത്? ഈ ലൈനിൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സോളിഡ് ബി ആൻഡ് ദ ലിക്വിഡ് ഫേസ് സാച്ചുറേറ്റഡ് വിത്ത് ബി. ഓക്കെ, ദി കർവ് എ സി ആൻഡ് ബി സി ദർഫോർ റെപ്രസെന്റ് ടു ഫേസ് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ രണ്ട് ഫേസ് ഉണ്ടല്ലോ, സോളിഡ് ബി ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. അല്ലെങ്കിൽ സോളിഡ്, ഈ രണ്ട് കർവിലും സോളിഡ് ലിക്വിഡ് തമ്മിൽ ഇക്വിലിബ്രിയം ആണ് അല്ലേ? അപ്പോൾ രണ്ട് ഫേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റെഡ്യൂസ്ഡ് ഫേസ് റൂളാണ് ഈ എല്ലാ ടു കോമൺ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസ്ഡ് ഫേസ് റൂളാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 ആണ് വരിക. അപ്പോൾ സി ഇവിടെ 2 ആണല്ലോ, ടു കോമൺ സിസ്റ്റം അല്ലേ? മൈനസ് പി ഈ ലൈനിൽ ഈ കർവിൽ പി എത്രയാണ്? 2 ആണ്. സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ 2 മൈനസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് മോണോവേരിയൻ അല്ലേ? ഏതെങ്കിലും ഒരു
പാരാമീറ്റർ. അതായത് either ടെമ്പറേച്ചർ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പോസിഷൻ കിട്ടും, അല്ലെങ്കിൽ കോമ്പോസിഷൻ കിട്ടിയ ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഈസ് ഇനഫ് ടു ഡിഫൈൻ ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ഇൻ ദിസ് ലൈൻസ്. ഈ ലൈൻസിൽ, കർവ്സിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? മെൻഷൻ ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, ഇനി ഈ പോയിന്റ് സി നോക്കുക. ദി സൊല്യൂഷൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ബോത്ത് എ ആൻഡ് ബി. ഈ സിയിലെത്തുമ്പോൾ എന്ത് ചെയ്യും? സൊല്യൂഷനിൽ സോളിഡ് എ ഉണ്ടാവും, സോളിഡ് ബി ഉണ്ടാവും. ദാറ്റ് ഈസ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ് വിത്ത് ബോത്ത് എ ആൻഡ് ബി. ദാറ്റ് ഈസ് 3 phases ആർ ഇൻ ഇക്വിലിബ്രിയം. ഇതിൽ 3 phase ഇക്വിലിബ്രിയത്തിലുണ്ട്. ആരൊക്കെയാ? സോളിഡ് എ, സോളിഡ് ബി ആൻഡ് ലിക്വിഡ്. ഇവിടെ 3 ഫേസുകൾ തമ്മിൽ ഇക്വിലിബ്രിയത്തിലുണ്ട്. സോളിഡ് എ ഉണ്ടാവും, സോളിഡ് ബി ഉണ്ടാവും, ലിക്വിഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? ഇൻവേരിയൻ്റ് ആയിരിക്കും അല്ലേ? കാരണം C-P+1 കൊടുത്തു കഴിഞ്ഞാൽ C is equal to 2 ആണ്. 2 കോമൺ സിസ്റ്റം ആണ്. ഇവിടെ 3 ഫേസ് ഉണ്ട്. സോളിഡ് എ ഒരു ഫേസ് ആണ്, സോളിഡ് ബി രണ്ടാമത്തെ ഫേസ് ആണ്, ലിക്വിഡ്. അപ്പോൾ 2 - 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദിസ് പോയിന്റ് ഈസ് ഇൻവേരിയൻ. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഈ പോയിന്റ് ഫിക്സഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓൺലി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പെർട്ടിക്കുലർ കോമ്പോസിഷനിലും മാത്രമേ ഈ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നർത്ഥം. അപ്പോൾ അത് ഇൻവേരിയൻ്റ് ആണ്. അവിടെ നമ്മളൊന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് ഫിക്സ്ഡ് ആണ്. ദിസ് പോയിന്റ് സി ഈസ് കോൾഡ് യൂട്ടറ്റിക് പോയിന്റ്. ഇതിനാണ് നമ്മൾ യൂട്ടറ്റിക് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, സിൻസ് ദ ടെമ്പറേച്ചർ ഡി, ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആണ് ഡി. ഓക്കെ, is the lowest temperature at which liquid phase can exist in equilibrium with the solid A and B in the system, solid A and B. അതായത് this is the lowest temperature in which എന്താണ് liquid phase can exist in equilibrium with the solid A or B. സോളിഡ് എയോ അല്ലെങ്കിൽ സോളിഡ് ബിയോ ആയിട്ടോ എന്താണ് ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് ഇത് യൂട്ടറ്റിക് ടെമ്പറേച്ചർ. യൂട്ടറ്റിക് പോയിന്റിലാണ് അതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ എ ബി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചറാണ് ആര് തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ എത്താൻ സാധ്യതയുള്ളത്? ഈ ലിക്വിഡും സോളിഡ് എയോ സോളിഡ് ബിയോ തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറാണ് ഇത്, ദിസ് പോയിന്റ് സി, ആൻഡ് ദാറ്റ്സ് കോൾഡ് യൂട്ടറ്റിക് പോയിന്റ്. ഈ യൂട്ടറ്റിക് പോയിന്റിലുള്ള ഈ കോമ്പോസിഷൻ നമ്മൾ യൂട്ടറ്റിക് കോമ്പോസിഷൻ എന്ന് വിളിക്കുക. അതുപോലെ ഈ ടെമ്പറേച്ചറിനാണ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ദിസ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ, ദിസ് കോമ്പോസിഷൻ ഇസ് കോൾഡ് യൂട്ടറ്റിക് കോമ്പോസിഷൻ, ആൻഡ് ദിസ് മിക്സർ ഈസ് കോൾഡ് യൂട്ടറ്റിക് മിക്സർ. ഈ മിക്സറിനെയാണ് യൂട്ടറ്റിക് മിക്സർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെ in a simple യൂട്ടറ്റിക് that point already we have discussed. ഇനി ഏരിയ നോക്കുക. ഈ ഏരിയ എ സി ബി എന്ന് പറയുന്ന ഈ ഏരിയ, ദിസ് ഈസ് ദ ഏരിയ. ഓക്കെ, എബോവ് ദി കർവ് എ സി ആൻഡ് ബി സി. ഈ എ സി എന്ന് പറയുന്ന കർവിൻ്റെയും ബി സി എന്ന കർവിൻ്റെയും മേലെയുള്ള ഈ ഏരിയ, ആ ഏരിയയിൽ എന്താണ് ഓൺലി ദ ഹോമോജീനിയസ് ലിക്വിഡ് മിക്സർ ഓഫ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന കോമ്പണൻ്റെയും ബി എന്ന് പറയുന്ന കോമ്പണൻ്റെയും ഹോമോജീനിയസ് ആയ ലിക്വിഡ് മിക്സറാണ്. എന്ന് പറഞ്ഞാൽ ഇത് വൺ ഫേസ് സിസ്റ്റാണ്. ഈ ഏരിയയിൽ വൺ ഫേസ് സിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ C-P+1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഫേസ് ആയതുകൊണ്ട് 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബൈവേരിയൻ. എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഒരു പോയിന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ വി നീഡ് 2 വേരിയബിൾ, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻ. ടെമ്പറേച്ചറും കോമ്പോസിഷൻ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, ഇനി യൂട്ടറ്റിക് സിസ്റ്റത്തിന് ഏറ്റവും എന്താണ് ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളാണ് ലെഡ് സിൽവർ സിസ്റ്റം അല്ലേ. സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റത്തിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ലെഡ് സിൽവർ സിസ്റ്റം. അതിൻ്റെ ഫേസ് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലെഡിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് 327 ഡിഗ്രി സെൽഷ്യസ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലെഡ് ആണ് പോയിന്റ് എ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലെഡ് ആണ്. അത് 327 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് പോയിന്റ് ബി ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സിൽവർ AG, ആൻഡ് ദാറ്റ് ഈസ് 961 ഡിഗ്രി സെൽഷ്യസ്. ഈ എ സി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് പറയാനേ ഉള്ളൂ. എ സി എന്ന് പറയുന്നത് എന്താണ്? എ സി എന്ന കർവ് എന്താണ്? എ സി എന്ന കർവ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് കർവ് ഓഫ് ലെഡ് ആണ്. ലെഡിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കർവാണ് എ സി എന്ന് പറയുന്ന കർവ്. ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റ് ഡിക്രീസിംഗ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലെഡ് വിത്ത് ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് AG. AGയുടെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ AG ആഡ് ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് ലെഡിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ടാകുന്ന വേരിയേഷൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ BC എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡിക്രീസിംഗ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ്
എ ജിയുടെ ഫ്രീസിംഗ് പോയിന്റ് കർവാണ്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ലെഡ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻസിൽ ആര് തമ്മിൽ ഇക്വിലിബ്രിയം ഉള്ളത്? ഇപ്പോൾ ഈ ലൈനിലാണെങ്കിൽ ആര് തമ്മിൽ ഇക്വിലിബ്രിയം? സോളിഡ് എ ജിയും ലിക്വിഡും തമ്മിലാണ് ഇക്വിലിബ്രിയം ഉള്ളത്. സോളിഡ് എ ജി ആൻഡ് ലിക്വിഡ് സാച്ചുറേറ്റഡ് വിത്ത് എ ജി. ഇവിടെ ആര് തമ്മിൽ ഇക്വിലിബ്രിയം? ഈ എ സി ലൈനിൽ സോളിഡ് പി ബിയും അതുപോലെ ലിക്വിഡ് മിക്സറും തമ്മിലുള്ള കോമ്പോസിഷൻ എന്താണ്? ഇക്വിലിബ്രിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് ലൈൻസിലും എന്താണ്? രണ്ട് ഫേസ് ഉണ്ട്. അതുകൊണ്ട് റെഡ്യൂസ്ഡ് ഫേസുകൾ അപ്ലൈ ആണെങ്കിൽ രണ്ട് കോമ്പണൻ്റ് ആണ്. അപ്പോൾ 2 - 2 + 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 1. ദാറ്റ് ഈസ് മോണോവേരിയൻ അല്ലേ? ഇവിടെയും മോണോവേരിയൻ്റ് ആണ്. ഈ ഏരിയ ഇതെന്താണ്? ലിക്വിഡ് മിക്സർ ഓഫ് എ ജി ആൻഡ് സിൽവർ ആണ്. എ ജി ആൻഡ് പി ബി, ലെഡ് ആൻഡ് സിൽവർ ലിക്വിഡ് മിക്സ്, ഹോമോജൻ ലിക്വിഡ് മിക്സറാണ് ഇവിടെ ഉള്ളത്. ഈ പോയിന്റ് സി ആണ് ഇതിൻ്റെ യൂട്ടറ്റിക് പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് യൂട്ടറ്റിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ ജിയും പി ബിയും, സോളിഡ് എ ജിയും, ഈ പോയിന്റിൽ സോളിഡ് എ ജിയും സോളിഡ് പി ബിയും ആ ലിക്വിഡ് മിക്സറും തമ്മിൽ എന്തുണ്ട്? ഇക്വിലിബ്രിയം ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പുതിയൊരു കോമ്പൗണ്ട് ഫോർമേഷൻ ഒന്നുമില്ല. അവർ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് എ ലോവസ്റ്റ് ടെമ്പറേച്ചർ പോസിബിൾ ടു ഇക്വിലിബ്രിയം വിത്ത് ദി മിക്സർ, ലിക്വിഡ് മിക്സർ ആൻഡ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, യൂട്ടറ്റിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂട്ടറ്റിക് കോമ്പോസിഷൻ വരുന്നത് എത്രയാണ്? 2.6% എ ജി പ്ലസ് 97.4% സിൽവർ ആയിരിക്കും. അതുപോലെ യൂട്ടറ്റിക് ടെമ്പറേച്ചർ എത്രയാ? ഇവിടെ നോക്കിയാൽ മതി. ഈ ഡി എന്ന് പറയുന്ന പോയിന്റാണ് 303 ഡിഗ്രിയാണ്. 303 ഡിഗ്രി, ദാറ്റ് ഈസ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ലെഡ് സിൽവർ സിസ്റ്റമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂട്ടറ്റിക് സിസ്റ്റത്തിന് ടിപ്പിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇനി ഈ നമ്മൾ നേരത്തെ വരച്ച ഈ ലെഡ് സിൽവർ സിസ്റ്റം, ഈ ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. പാറ്റിൻസൺ എന്നൊരു സയന്റിസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ്. ഇറ്റ് ഇസ് എ റിക്കവറി ഓഫ് സിൽവർ ഫ്രം അർജന്റിഫറസ് ലെഡ്. അതായത് ലെഡിൻ്റെ ഒരു സിൽവറിൻ്റെ ഒരു ഓറാണ് അർജന്റിഫറസ് ലെഡ്. അതായത് സിൽവറും അയേണും ലെഡൊക്കെ ഉള്ള അർജന്റിഫറസ് ലെഡ് എന്ന് പറയുന്ന ഒരു മിക്സർ, അതിൽ നിന്ന് സിൽവറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിൽവറിനെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത് ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫേസ് ഡയഗ്രാം ഓഫ് AG PB system. Okay, argentiferous lead which contains only very small amount of silver. Argentiferous leadൽ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ സിൽവർ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ആദ്യം ഫസ്റ്റ് മെൽറ്റ് ചെയ്യും. അപ്പോൾ ആ മെൽറ്റിൻ്റെ കോമ്പോസിഷൻ ഈ പോയിന്റ് എ ആയിരിക്കാം. സപ്പോസ് പോയിന്റ് എ ഇസ് ദ കോമ്പോസിഷൻ ഓഫ് ദി അർജന്റിഫറസ് ലെഡിനെ മെൽറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കോമ്പോസിഷൻ ഇതാന്നിരിക്കാം. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതിനെ കൂൾ ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ ഡിക്രീസ് ചെയ്യും വിത്തൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ മാറാതെ എന്ത് ചെയ്യും? ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് പോയിന്റ് ബിയിലെത്തുമ്പോൾ ഈ ലൈനിലേക്ക് എത്തി അല്ലേ? ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ സിസ്റ്റം ബിക്കം മോണോവേരിയൻ അല്ലേ? ബി എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ ആ ലൈനിലേക്ക് ടച്ച് ചെയ്തത് മോണോവേരിയൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? പിന്നെ at point B, the freezing point curve of lead AC is reached. Solid lead begins separated. ഇവിടെ എത്തുമ്പോൾ സോളിഡ് ലെഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് സിസ്റ്റം ബിക്കം മോണോവേരിയൻ. കാരണം C - P+1 കൊടുത്ത് 2 - 2+1. കാരണം ലെഡ് എന്ത് ചെയ്യാൻ തുടങ്ങി? സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടുന്ന് ലെഡ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ സോളിഡ് ലെഡും ആ ലിക്വിഡ് മിക്സർ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ 2 ഫേസ് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ 2 - 2+1 മോണോവേരിയൻ്റ് ആണ്. ഇനി നമ്മൾ ഓക്കെ, വൺ ഫർദർ കൂളിംഗ്. ഇവിടെ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് പിന്നെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ മോർ സോളിഡ് ലെഡ് കണ്ടിന്യൂസ്ലി സെപ്പറേറ്റ് ആവും. ഇവിടുന്ന് കൂടുതൽ ലെഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ആൻഡ് ദി കോമ്പോസിഷൻ ഫ്ലോസ് ത്രൂ ദിസ് ഡയഗ്രാം. ഈ സ്മോൾ ബി സി എന്ന് പറയുന്ന ഈ കർവിലൂടെ എന്ത് ചെയ്യും? ഇതിൻ്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ കൂടുതൽ ലെഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? സെപ്പറേറ്റ് ആവും. സപ്പോസ് ദിസ് ലെഡ് ഈസ് റിമൂവ്ഡ് എസ് ആൻഡ് വെൻ ഇറ്റ് സെപ്പറേറ്റ് ഔട്ട്. ആ ഉണ്ടാവുന്ന സമയത്ത് ലെഡ് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. സോ ദ റെസിഡ്യൂവൽ ലിക്വിഡ് ഒബ്വിയസ്ലി ബിക്കം റിച്ചർ ഇൻ സിൽവർ. അങ്ങനെ ആകുമ്പോൾ റെസിഡ്യൂവൽ ലിക്വിഡ് എന്താവും? കൂടുതൽ എമൗണ്ട് ഓഫ് സിൽവർ വരും. ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ ചേഞ്ചസ് അലോങ് ദി കർവ് ബി സി. ഈ ബി സി എന്ന് പറയുന്ന ഈ കർവിലൂടെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യും.
ആൻഡ് ദിസ് കണ്ടിന്യൂസ് അണ്ടിൽ ദ യൂട്ടറ്റിക് പോയിന്റ് സി ഇസ് റീച്ച്. ഈ സി എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നത് വരെ അത് കണ്ടിന്യൂ. കൂടുതൽ ലെഡ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും, അത് നമ്മൾ റിമൂവ് ചെയ്യും. പോയിന്റ് സി എത്തിക്കഴിഞ്ഞാൽ യൂട്ടറ്റിക് ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ് വെൻ സോളിഡ് സിൽവർ ആൾസോ ബിഗിൻസ് സെപ്പറേറ്റ് ആണ്. ഇവിടെ എത്തുമ്പോൾ സോളിഡ് സിൽവർ കൂടി എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ദ സിസ്റ്റം ബിക്കം ഇൻവേരിയൻറ്റ്. അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ഇൻവേരിയൻ്റ്. പിന്നെ ഒരു എന്താണ്, സിസ്റ്റമിനെ ഒന്നും ചെയ്യില്ല. അതായത് അതിൻ്റെ C-P+1 കൊടുക്കുമ്പോൾ 0 ആണ്, ഇൻവേരിയൻ്റ് ആണ്. അതൊരു ഫിക്സഡ് ടെമ്പറേച്ചർ ആൻഡ് ഫിക്സഡ് കോമ്പോസിഷൻ ആയിരിക്കും. ആൻഡ് ദിസ് യൂട്ടറ്റിക് മിക്സർ ഓഫ് ലെഡ് ആൻഡ് സിൽവർ ദാറ്റ് സെപ്പറേറ്റ്സ് ഔട്ട് നൗ കണ്ടെയ്ൻ 2.6% സിൽവർ. ഓക്കെ, ആ യൂട്ടറ്റിക് മിക്സർ സെപ്പറേറ്റ് ചെയ്യുന്ന യൂട്ടറ്റിക് മിക്സറിൽ 2.6% സിൽവർ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഐസൊലേറ്റ് ഇറ്റ് പ്രോഫിറ്റബിളി ഫ്രം ദി മാസ് ബൈ മീൻസ് ഓഫ് കുപ്പലേഷൻ. കുപ്പലേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ആ സിൽവർ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സി എന്ന് പറയുന്ന പോയിന്റ് ആണിത്. അവിടെ 2.6% സിൽവർ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഔട്ട് ചെയ്യും ആ പോയിന്റിൽ വെച്ചിട്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലെഡ് സിൽവർ ഫേസ് ഡയഗ്രാം. ഇനി നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പാണ്. 2 കോമ്പണന്റ് സിസ്റ്റത്തിൽ രണ്ടാമത്തെ ടൈപ്പ്. 2 കോമ്പണന്റ് സിസ്റ്റം ഇൻവോൾവിംഗ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ്. ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്. നേരത്തെ യൂട്ടറ്റിക് മിക്സറിൽ ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ ഇല്ല. ഇവിടെ ഈ 2 കോമ്പണന്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷൻ എത്തുമ്പോൾ ഈ 2 കോമ്പൗണ്ട് കൂടി കമ്പൈൻ ചെയ്തിട്ട് 2 കോമ്പണൻസ് കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ആ കോമ്പൗണ്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് വിളിക്കാം. അങ്ങനെ വിളിക്കാൻ കാരണം എ കോമ്പൗണ്ട് വിച്ച് മെൽറ്റ്സ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടു yield എ ലിക്വിഡ് ഹാവിംഗ് ദി സെയിം കോമ്പോസിഷൻ ആസ് ഇറ്റ്സ് സോളിഡ് ഫോം ഈസ് സെഡ് ടു ഹാവ് എ കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ്. അതായത് കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ കോമ്പൗണ്ട് വിച്ച് മെൽറ്റ്സ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടു yield എ ലിക്വിഡ് ഹാവിംഗ് ദി സെയിം കോമ്പോസിഷൻ. അല്ലേ, അതായത് ഇപ്പോൾ A2B എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വന്നിരിക്കുക. അത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താണ്, മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ലിക്വിഡിൽ 2 Aയും ഒരു Bയും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോയിൽ തന്നെ കോമ്പണൻസ് ഫോം ചെയ്യുക. മെൽറ്റ് ചെയ്യുമ്പോൾ ഇത് ഡീകമ്പോസ് കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് 2:1 ഇതിൽ എന്ത് ചെയ്യാം, ഇതിനെ കോമ്പണൻസ് കൂടി ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇങ്ങനെ പഠിക്കാം. അതായത് എ കോമ്പൗണ്ട് വിച്ച് മെൽറ്റ്സ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടു yield എ ലിക്വിഡ് ഹാവിംഗ് ദ സെയിം കോമ്പോസിഷൻ ആസ് ഇറ്റ് സോളിഡ് ഫോം is said to have liquid to have congruent melting point. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മെൽറ്റ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെൽറ്റ് ചെയ്യുന്നു, ആൻഡ് ആ ഉണ്ടാവുന്ന ലിക്വിഡിന്റെ കോമ്പോസിഷൻ എന്തായിരിക്കും, ആ സോളിഡിന്റെ ഈ കോമ്പൗണ്ടിന്റെ അതേ കോമ്പോസിഷനിലായിരിക്കും ആ ലിക്വിഡിന്റെ കോമ്പോസിഷൻ വരിക. അതിനെയാണ് കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതിന്റെ ഫേസ് ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫേസ് ഡയഗ്രാം ശരിക്കും ഒന്ന് വരച്ചു പഠിക്കാം. അതിൽ ഈ പോയിന്റ് എ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി സോളിഡ് എ, ആൻഡ് പോയിന്റ് ബി ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി സോളിഡ് ബി. സോളിഡ് ബിയുടെ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇത്, പോയിന്റ് ബി. ഓക്കെ, ഇനി കർവ് എ സി എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് എ, ആൻഡ് ബി സി ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ബി, ആൻഡ് സി ഡി ഇ ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ദി സോളിഡ് എ ബി. ഓക്കെ, എ സി എന്ന് പറയുന്നത് എന്താണ്, ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് എ ആണ്. ബി സി എന്ന് പറയുന്നത് ബി സി അല്ല ബി ഇ ഈസ് ദി ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ബി, ആൻഡ് ദി കർവ് സി ഡി ഇ ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ദി കോമ്പൗണ്ട് എ ബി. എ ബി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്യല്ലോ, ആ കോമ്പൗണ്ടിന്റെ ഫ്രീസിംഗ് പോയിന്റ് കർവാണ് ഇത് സി ഡി ഇ. ഓക്കെ, അപ്പോൾ കർവ് എ സി ബി ഇ ആൻഡ് സി ഡി ഇ ആർ ദ റെസ്പെക്റ്റീവ് ഫ്രീസിംഗ് പോയിന്റ് കർവ്സ് ഓഫ് കോമ്പണന്റ് എ, കോമ്പണന്റ് ബി ആൻഡ് കോമ്പൗണ്ട് എ ബി. അതായത് എ സി എന്ന് പറയുന്നത് കോമ്പണന്റ് എന്റെ ആണ്, ബി ഇ എന്ന് പറയുന്നത് കോമ്പണന്റ് ബിയുടേതാണ്, സി ഡി ഇ എന്ന് പറയുന്നത് കോമ്പണന്റ് എ ബിയുടേതാണ്, കോമ്പൗണ്ട് എ ബിയുടേതാണ് എന്ന് പറഞ്ഞാൽ കോമ്പണന്റ് എ ബി. അവിടെ ആരും തമ്മിൽ എക്വിലിബ്രിയം ഉള്ളത്, ഇവിടെ ആരും തമ്മിൽ എക്വിലിബ്രിയം സോളിഡ് എയും ലിക്വിഡ് മിക്സറും, ഇവിടെ ആരും എക്വിലിബ്രിയം സോളിഡ് ബി പ്ലസ് ലിക്വിഡ് മിക്സർ, ഇവിടെ ആരും തമ്മിൽ ഇക്വിലിബ്രിയം സോളിഡ് എ ബി പ്ലസ് ലിക്വിഡ് മിക്സർ. എന്ന് പറഞ്ഞാൽ ഈ കർവുകളിൽ, ഈ 3 കർവിലും എന്താണ് 2 ഫേസ് ഉണ്ട്. സോളിഡ് ഉണ്ട്, ഒരു സോളിഡ് ഫേസ് ഉണ്ടാവും, ഒരു ലിക്വിഡ് ഫേസ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ C-P+1 കൊടുത്തു കഴിഞ്ഞാൽ
1 ആണ് കൊടുക്കേണ്ടത്, കാരണം നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ ആണ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 മൈനസ് 2 ഫേസ് 2 പ്ലസ് 1 ഇസ് 1, ദാറ്റ് ഈസ് മോണോവേരിയൻ. മോണോവേരിയൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ഫിക്സഡ് കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഒരു കോമ്പോസിഷനിൽ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ അറിഞ്ഞാൽ കോമ്പോസിഷൻ അറിയാം, അല്ലെങ്കിൽ കോമ്പോസിഷൻ അറിഞ്ഞാൽ ടെമ്പറേച്ചർ പറയാൻ പറ്റും. അതാണ് മോണോവേരിയന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. ഇനി ഏരിയ എബോവ് ദി 3 കർവ്സ്, ഈ 3 കർവിൻ്റെ മേലെയുള്ള ഈ ഏരിയ ലിക്വിഡ് മിക്സർ മാത്രമേ ഉള്ളൂ, ഹോമോജിനസ് ലിക്വിഡ് ആണ്. ഹോമോജിനസ് ലിക്വിഡ് മിക്സർ ഓഫ് എ ആൻഡ് ബി. ഹിയർ ദ സിസ്റ്റം ഇസ് ബൈവേരിയൻ, കാരണം ഒരു ഫേസേ ഉള്ളൂ. അപ്പോൾ സി മൈനസ് പി പ്ലസ് 1 അപ്പോൾ 2 കോമ്പണന്റ് സിസ്റ്റം ആണ്, മൈനസ് ഒരു ഫേസേ ഉള്ളൂ 1 പ്ലസ് 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2, ദാറ്റ് ഇസ് ബൈവേരിയൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചറും കോമ്പോസിഷൻ രണ്ടും എന്താണ്, ഫിക്സഡ് അല്ല. വി ഹാവ് ടു മെൻഷൻ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻ. ആൻഡ് ഏരിയ ഇമ്മീഡിയറ്റ്ലി ബിലോ ദി കർവ്സ്, അല്ലേ, മാർക്ക്ഡ് ഇൻ ദി ഡയഗ്രാം ആസ് കൺസിസ്റ്റിംഗ് ഓഫ് 1 സോളിഡ് ഫേസ് ആൻഡ് 1 ലിക്വിഡ് ഫേസ്. ഇമ്മീഡിയറ്റ്ലി ബിലോ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, അല്ലെങ്കിൽ ഈ ഏരിയ ഇവിടെയുള്ള ഇമ്മീഡിയറ്റ്ലി ബിലോ ഏരിയ, അവിടെ എന്തുണ്ട്, സോളിഡ് എയും ലിക്വിഡും തമ്മിൽ എന്തുണ്ട്, ഇക്വിലിബ്രിയം ഉണ്ട്. ഓക്കെ, മാർക്ക്ഡ് ഇൻ ദി ഡയഗ്രാം കൺസിസ്റ്റിംഗ് ഓഫ് 1 സോളിഡ് ഫേസ് ആൻഡ് 1 ലിക്വിഡ് ഫേസ്. ഓക്കെ, അവിടെ രണ്ട് ഫേസ് ഉണ്ട്. ഈ മേലത്തെ ഏരിയയിൽ ഒരു ഫേസ് മാത്രം, ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ഈ താഴത്തെ ഇമ്മീഡിയറ്റ്ലി താഴെയുള്ള ഏരിയയിൽ സോളിഡും ലിക്വിഡും ഉണ്ട്. ഇവിടെയും സോളിഡ് എ ബി പ്ലസ് ലിക്വിഡ്, ഇവിടെ സോളിഡ് ബി പ്ലസ് ലിക്വിഡ്. അങ്ങനെ ആകുമ്പോൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി മൈനസ്, അപ്പോൾ 2 മൈനസ് 2 രണ്ട് ഫേസ് വരും. അപ്പോൾ ഇത് മോണോവേരിയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ താഴെയുള്ള ഏരിയ മോണോവേരിയൻ്റ് ആണ്, മേലുള്ള ഏരിയ ബൈവേരിയൻ്റ് ആണ്. ഇനി മാക്സിമം എന്ത് കർവ് സി ഡി, ഈ സി ഡി ഇ എന്ന് പറയുന്ന കർവിലെ മാക്സിമം പോയിന്റ് ഡി. ഓക്കെ, അവിടെ ഇത് സോളിഡ് ഫേസ്, അതായത് എ ബി, സോളിഡ് ഫേസ് ഏതാണ്, എ ബി ആണ്, എ ബി സോളിഡ്, ആൻഡ് ദ ലിക്വിഡ് ഫേസ് ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഹാവ് ദ സെയിം കോമ്പോസിഷൻ. ഓക്കെ, ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ സോളിഡ് എ ആൻഡ് ദ ലിക്വിഡ് ഹാവ് ദ സെയിം കോമ്പോസിഷൻ. ദർ ഇസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സോളിഡ് എ ബി എന്ന് പറയുന്ന കോമ്പൗണ്ട്, സോളിഡ് കോമ്പൗണ്ട്, അതും ലിക്വിഡ് തമ്മിൽ ഇക്വിലിബ്രിയത്തിലാണ്. എന്ന് മാത്രമല്ല, ആ ലിക്വിഡിന്റെ കോമ്പോസിഷൻ ആ സോളിഡ് എ ബിയുടെ അതേ കോമ്പോസിഷനാണ്. And thus D corresponds to the congruent melting point of the compound. ഈ D ആണ് ഇതിന്റെ congruent melting point. ഓക്കെ, ഈ കോമ്പോസിഷനിലാണ് എന്ത് ഫോം ചെയ്യുക, കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് ഫോം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് ഈ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അറ്റ് പോയിന്റ് ഡി ദി 2 കോമ്പണന്റ് സിസ്റ്റം ഹാസ് വെർച്വലി ബിക്കം 1 കോമ്പണന്റ് സിസ്റ്റം. എന്തുകൊണ്ടാ, എന്തായിരുന്നു കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കോമ്പോസിഷൻ പറയാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് കോമ്പണൻസിനെ എന്ത് വിളിക്കുക, കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് വിളിക്കുക, നമ്പർ ഓഫ് കോമ്പണൻസ് വിളിക്കുന്നത്. അതായത് കോമ്പോസിഷൻ മെൻഷൻ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിനെ എന്ത് വിളിക്കുന്നത്, നമ്പർ ഓഫ് കോമ്പണൻസ് സി എന്ന് നമ്മൾ വിളിച്ചിരുന്നത്, അല്ലേ. ഇവിടെ ഈ പോയിന്റ് ഡിയിൽ, ഡി എന്ന് പറയുന്ന പോയിന്റിൽ ആ സോളിഡിൻ്റെ കോമ്പോസിഷനും ആ ലിക്വിഡ് ഫേസിൻ്റെ കോമ്പോസിഷനും സെയിം ആണ്, അല്ലേ. എന്ന് പറഞ്ഞാൽ സോളിഡിലുള്ള എ ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് അതേ കോമ്പോസിഷനിലാണ് ആ ലിക്വിഡിലും എ ബി ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കോമ്പണന്റ്, സംഭവം 2 കോമ്പണന്റ് ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും വെർച്വലി ഇറ്റ് ബിക്കം 1 കോമ്പണന്റ്. എന്തുകൊണ്ടാണ്, ഈ സോളിഡ് എ ബിയുടെ അതേ കോമ്പോസിഷനാണ് ഈ പോയിന്റ് ഡിയിൽ ആ ലിക്വിഡിൻ്റെയും കോമ്പോസിഷൻ എ ബി തന്നെ വരിക. ഇത് എ ബി ആണെങ്കിൽ അവിടെയും എ ബി അതേ കോമ്പോസിഷനിലാണ് ആ ലിക്വിഡ് ഫേസിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കോമ്പോസിഷൻ ഫിക്സ്ഡ് ആണ്. കോമ്പോസിഷൻ ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലേ, എന്താണ്, അത് 1 കോമ്പണന്റ് സിസ്റ്റം ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം അങ്ങനെയാണ് ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1ൽ C1 ആവും. 2 കോമ്പണന്റ് സിസ്റ്റം ആണെങ്കിലും ഈ പോയിന്റ് ഡി എത്തുമ്പോൾ, 2 കോമ്പണന്റ് സിസ്റ്റം ആണെങ്കിലും ഈ കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് ആയി ഡിയിലെത്തുമ്പോൾ സിസ്റ്റം 1 കോമ്പണന്റ് ആവും. അപ്പോൾ 1 മൈനസ് പി എത്രയാ, 2 വരുമല്ലോ, കാരണം 2 സോളിഡ് ഉണ്ട് ലിക്വിഡും ഉണ്ട്. അപ്പോൾ 2 പ്ലസ് 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അറ്റ് പോയിന്റ് ഡി ദി സിസ്റ്റം ഈസ് ഇൻവേരിയൻ. ദാറ്റ് ഈസ് ഓൺലി അറ്റ് എ പെർട്ടിക്കുലർ കോമ്പോസിഷൻ ആൻഡ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ compound with the congruent melting point will be formed. Okay. ഇനി ദി പോയിന്റ് CE എന്ന് പറയുന്നത് 2 യൂട്ടറ്റിക് പോയിന്റ്സ് ഓഫ് ദി സിസ്റ്റം. സിയും ഇയും എന്താണ്, യൂട്ടറ്റിക് പോയിന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് റെപ്രസെന്റിംഗ് 3 ഫേസ് ഇക്വിലിബ്രിയ. ഇവിടെ 3 ഫേസ് ഇക്വിലിബ്രിയ ഉണ്ട്. ആരും തമ്മില, സി എന്ന് പറയുന്ന പോയിന്റിൽ സോളിഡ് എ ഉണ്ടാവുമല്ലോ,
ഇവിടെ സോളിഡ് എ ഉണ്ടാവുമല്ലോ. ആൻഡ് സോളിഡ് എ ബി ഉണ്ടാവും ഇവിടെ അല്ലേ. ഇവിടെ എത്തുമ്പോഴാണ് സോളിഡ് എ ബി സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ പോയിന്റ് എത്തുമ്പോൾ. അപ്പോൾ ദർ ഇസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സോളിഡ് എ ബി ആൻഡ് ലിക്വിഡ്. ആ ലിക്വിഡ് നമ്മൾ ഇക്വിലിബ്രിയം. അതുപോലെ പോയിന്റ് ഈ പോയിന്റിൽ എന്ന് പറയുന്ന ഈ പോയിന്റിൽ സോളിഡ് ബിയും സോളിഡ് എ ബിയും ആൻഡ് ലിക്വിഡും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1. അവിടെ സിസ്റ്റം 2 കോമ്പണന്റ് തന്നെയാണ്. 2 മൈനസ് ഇവിടെ എന്താവും ഫേസ് എത്രയായി? സോളിഡ് എ ബി ലിക്വിഡ്, അല്ലെങ്കിൽ സോളിഡ് എ ബി ലിക്വിഡ്. അപ്പോൾ 3 ഫേസ് ഉണ്ട്. 2 മൈനസ് 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ഇൻവേരിയന്റ് ആണ്. അതിനെ യൂട്ടറ്റിക് പോയിന്റ് എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. സി ആൻഡ് ഇ ആർ ദി യൂട്ടറ്റിക് പോയിന്റ്സ്. ഇതിന് സിസ്റ്റം വിത്ത് 2 കോമ്പണന്റ് സിസ്റ്റം വിത്ത് കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സിസ്റ്റത്തിന് ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സിങ്ക് മാഗ്നീഷ്യം സിസ്റ്റം. ഓക്കെ, അതിന്റെ ഡയഗ്രാം ഇത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നേരത്തെ ജനറൽ ഡയഗ്രാം വരച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് പറയാം. എ എന്ന് പറയുന്ന പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എന്താണ്? സിങ്ക് ആണിത്. എ ഈസ് ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സിങ്ക്. ബി എന്ന് പറയുന്നത് അതെത്രയാ? 420 ഡിഗ്രിയാണ്. ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ആരാണ്? മെഗ്നീഷ്യം ആണ്. അതെത്രയാ? 650 ഡിഗ്രി. ഇനി എ സി എന്താണ്? വാട്ട് ഈസ് എ സി ലൈൻ? ഇറ്റ് ഈസ് എ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് സിങ്കിന്റെ ഫ്രീസിംഗ് പോയിന്റ് കർവാണ്. ഓക്കെ, ബിഇ എന്താണ്? ബിഇ ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ആരാ? മെഗ്നീഷ്യത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് കർവാണ് ബിഇ. ആൻഡ് സി ഡി ഇ എന്ന് പറയുന്നത് എന്താ? ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ്. ഏതാ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്? ഇവർ തമ്മിൽ ഉണ്ടാവുന്ന കോമ്പൗണ്ടാണ് MgZn ട്വൈസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ കോമ്പൗണ്ടിന്റെ ഫ്രീസിംഗ് പോയിന്റ് കർവാണ് CDE. ഓക്കെ, അപ്പോൾ ഈ കർവ് ആരൊക്കെ തമ്മിൽ ഇക്വിലിബ്രിയം? സോളിഡ് സിങ്ക് ലിക്വിഡും മിക്സറും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇത് 2 ഫേസ് ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക? എഫ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 പ്ലസ് 1 ഡെസിക്കൽ ടു 1. ഇറ്റ് ഇസ് മോണോവേരിയൻ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എന്താണ്? സോളിഡ് എ ബിയും ലിക്വിഡും. അപ്പോൾ ഇതും എന്തായാലും മോണോവേരിയൻ. ഇവിടെ സോളിഡ് ബിയും ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇവിടെ സിങ്കും ലിക്വിഡും. അപ്പോൾ 2 ഫേസ്. അപ്പോൾ 2 മൈനസ് 2 പ്ലസ് 1. ഇവിടെ MgZn ട്വൈസും ലിക്വിഡും അല്ലേ. അപ്പോൾ അഗെയിൻ 2 മൈനസ് 2 പ്ലസ് 1 മോണോവേരിയൻ. ഇവിടെ ആരാണ്? മെഗ്നീഷ്യവും ലിക്വിഡ് മിക്സറും അല്ലേ. അവിടെയും 1 മോണോവേരിയൻ. ഇനി ഈ പോയിന്റ് ഡി ആണ് ഇതിനെന്തെന്ന്? കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ്. അത് 590 ഡിഗ്രിയാണ്. കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് 590 ഡിഗ്രിയാണ് കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ്. ആ കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് ദാറ്റ് ഈസ് എ മാക്സിമം ടെമ്പറേച്ചർ ഇൻ വിച്ച് സോളിഡ് അല്ലേ കോമ്പൗണ്ട് MgZn ട്വൈസ് ആൻഡ് ദ ലിക്വിഡ് ഹാവിങ് ദ സെയിം കോമ്പോസിഷൻ. ഈ പോയിന്റിൽ MgZn ട്വൈസ് എന്ന് പറയുന്ന കോമ്പൗണ്ടും ആ ലിക്വിഡിന്റെ കോമ്പോസിഷനും ഇതേപോലെ 1:2 ആയിരിക്കും. ആ ലിക്വിഡിലുള്ള മെഗ്നീഷ്യത്തിൻ്റെയും സിങ്കിൻ്റെയും റേഷ്യോ എത്ര തന്നെ വരിക? 1:2 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും കോമ്പോസിഷൻ എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് കോൾഡ് കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ്. അതുകൊണ്ട് തന്നെ കോമ്പോസിഷൻ രണ്ടും സെയിം ആയതുകൊണ്ട് അത് 2 കോമ്പണന്റ് സിസ്റ്റത്തിന് പകരം വെർച്വലി 1 കോമ്പണന്റ് ആവും. അപ്പോൾ 1 മൈനസ് അല്ലേ. ഇവിടെ എത്ര ഫേസ് ഉണ്ട്? സോളിഡ് MgZn ട്വൈസും ലിക്വിഡും. അപ്പോൾ 2 ഫേസ്. 2 പ്ലസ് 1 അല്ലേ. റെഡ്യൂസ്ഡ് ഫേസ് ഉള്ളതുകൊണ്ട് 1. അപ്പോൾ ഇത് 0 ഇസ് മോണോവേരിയൻ. ഇനി സി ആൻഡ് ഇ ആർ ദി യൂട്ടറ്റിക് പോയിന്റ്. സി എന്ന് പറയുന്ന പോയിന്റും ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? യൂട്ടറ്റിക് പോയിന്റ്സ് ഓഫ് അല്ലെ. ഇത് സിങ്കിന്റെ യൂട്ടറ്റിക് പോയിന്റ്, ഇത് മെഗ്നീഷ്യത്തിന്റെ യൂട്ടറ്റിക് പോയിന്റ്. ഇവിടെ ആരൊക്കെ തമ്മിൽ ഇക്വിലിബ്രിയം പറയുന്നില്ല? സിങ്കും MgZn ട്വൈസും ലിക്വിഡും. ഇവിടെ മെഗ്നീഷ്യവും MgZn ട്വൈസും ലിക്വിഡും അല്ലെ. അപ്പം 3 ഫേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കോമ്പണന്റ് ആണ്. 2 മൈനസ് 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതും ഇൻവേരിയൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഓക്കെ, ഈ കോൺഗ്രുവന്റ് മെൽറ്റിംഗ് പോയിന്റ് ഇതിൻ്റെ റേഷ്യോ എന്താ കണ്ടില്ലേ? 66.67% സിങ്ക്, 33.33% മെഗ്നീഷ്യമാണ് ഇതിൻ്റെ കോമ്പോസിഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 കോമ്പണന്റ് സിസ്റ്റം. ഇനി നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ FeCl3 സിസ്റ്റം ഉണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ പ്രധാനമായിട്ട് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു സംഗതി അത് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല.
നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാന സമുദായം നേഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ലോ ഓർമ്മ ഉണ്ടല്ലോ. 2 ഇമ്മിസിബിൾ ലിക്വിഡ്സിൽ ഒരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അതെന്തായാലും വായിക്കുക, സാധാരണ പരീക്ഷ ചോദിക്കാറുണ്ട്. അതായത് C1/C2 = K ആൻഡ് ദാറ്റ് K ഈസ് കോൾഡ് പാർട്ടീഷൻ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന സംഗതി. അത് നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ പ്രോബ്ലമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.